ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡൽഹിയിലെ തെരുവുകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള മുഹബത്ത് കാ ഷർബത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ഡ്രിങ്കിൽ ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ കസ്കസ് എടുക്കുന്നുണ്ട്. ഇതിലൊരു അല്പം വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഒരു 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്താലും മതിയാവും. ഒരു 1-2 മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഈ കസ്കസ് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പാല് തിളപ്പിച്ചെടുക്കാം. ഇത് തിളപ്പിക്കാതെയും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റുഹഫ്സ ചേർത്ത് കൊടുക്കാം. ഇത് ഇതുപോലെ ബോട്ടിലിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതില്ലാത്തവർക്ക് റോസ് സിറപ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാൻ 2 ടീസ്പൂണോളം റുഹഫ്സ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ പാലിലേക്കൊന്ന് ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റുഹഫ്സ സിറപ്പിൽ ഓൾറെഡി ഷുഗർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് തണ്ണിമത്തൻ ഒരു ക്യൂബ് സൈസിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്കസിൽ നിന്ന് ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ പകുതിയോളം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്ലാസ് നിറയെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുഹബത്ത് കാ ഷർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം.